നാം ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ ലാബിന്റെയും നമ്മുടെ വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ലാബിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടന കർമ്മമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാഹിബും നിർവഹിക്കുകയുണ്ടായി. ഇത്രയും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബിൻ ഷെയ്ഖ് തങ്ങൾ, കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അവർകൾ, മറ്റു പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ മദ്രസയിൽ തുടങ്ങി വച്ച കമ്പ്യൂട്ടർ ലാബ്, അതുപോലെ ലൈബ്രറി ഒരു മാതൃകാ മദ്രസ എന്ന നിലയിലും ഈ തലമുറയിൽ ഒരു വലിയ ചുവടുവെപ്പാണ് കുട്ടികൾക്ക് കാഴ്ചവെച്ചത്. മറ്റുള്ള സ്ഥാപനങ്ങൾ പോലെ തന്നെ മദ്രസും ഒരേ രീതിയിലുള്ള പഠനവും സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുകയും അതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മുക്കുമൂലയും മനസ്സിലാക്കുവാനും അറിവുകൾ കൊയ്തെടുക്കുവാനും കഴിയുന്നതാണ്. അത് വേണ്ട വിധം ഓരോ വിദ്യാർത്ഥികളും ഉപയോഗിക്കുക. അതിലൂടെ നല്ല ജീവിതവും നല്ല ജീവിത സാഹചര്യവും ഉണ്ടാക്കിയെടുക്കുക. അവരുടെ പഠനത്തിനും അവരുടെ ഭാവിക്കും കോട്ടം വരാതെ നമ്മുടെ മദ്രസകളെ നിലനിർത്തണം. അങ്ങനെ മദ്രസകൾക്കും ഏതെങ്കിലും കോട്ടം വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ മാതൃക മാറിപ്പോകും. കുട്ടികളുടെ ഭാവിയും കുട്ടികളുടെ പ്രവർത്തനവുമാണ് നമ്മുടെ ഭാവിയുടെ മാതൃകയായി കണക്കാക്കേണ്ടത്. നമ്മുടെ മദ്രസയിൽ നിന്ന് കുട്ടികളുടെ സ്വഭാവവും അവരുടെ നടപടിയും അവരുടെ ഭംഗിയും അവരുടെ പ്രവർത്തനവും അവരുടെ വേഷവും ഒക്കെ നാട്ടിലുള്ള ഈ ചെറിയ കുട്ടികളുടെ തസ്ബീഹും തഹ്ലീലും ഒക്കെ നാട്ടുകാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി മാതൃകയാക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ ഉണ്ട്. അല്ലാഹു അത് നിലനിർത്തട്ടെ. അതിന് കോട്ടം വരുന്ന ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. എല്ലാവിധ നന്മകളും ആശംസകളും ആദ്യമായി അർപ്പിക്കുക. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, ഒരുപാട് പ്രാസംഗികരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ സമയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രദേശത്തിന്റെ ആശയമായി നിലനിൽക്കുന്ന നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മദ്രസ. 40 കൊല്ലത്തെ വളർച്ച ഇവിടെ പറയുകയുണ്ടായി. വളരെ അത്ഭുതകരമായ ഒരു കാര്യം, ഈ മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇന്നും തേജസ്സോടെ നിലനിൽക്കുന്ന പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിന്റെ എല്ലാവരുടെയും അഭയകേന്ദ്രമായിരുന്ന ഷെയ്ഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഇത് 40 വർഷങ്ങൾക്ക് ശേഷം ഷെയ്ഖ് തങ്ങളുടെ മകൻ അധ്യക്ഷത വഹിക്കുന്നു.
തങ്ങളുടെ പൗത്രൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നു. വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് വളർച്ചയുടെ ഉയർച്ചയുടെ തന്നെ കാലഘട്ടമാണ്. ഇതിന്റെ പിന്നിൽ ശക്തമായ കരങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. ഇവിടെ ഇന്ന് ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ബഹുമാനരായ അധ്യക്ഷൻ, വേദിയിലെ തങ്ങളവർകളെ, മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഖാദിരിയ മദ്രസയുടെ 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2 സുപ്രധാനമായ പദ്ധതികൾ ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ മദ്രസ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം, ഗുണനിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ഈ രംഗം ഉപയോഗപ്പെടുത്തുക എന്ന മഹത്തരമായ ലക്ഷ്യത്തോടുകൂടി മദ്രസയിൽ ഒരു IT ലാബ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ നാടിന്റെ എല്ലാമായ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ അലവി ഹാജി, അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി കൊണ്ടാണ് മറുവിഭാഗങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഭൂമി നമ്മുടെ മദ്രസ കമ്മിറ്റിക്ക് നൽകുന്നത്. ഈ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിന് അലവി ഹാജിയെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ കഠിന പരിശ്രമം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവർ ചെയ്യുന്ന ജോലിയിലും മറ്റുമൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റിട്ട് നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു രാജാവും ഒരു ചക്രവർത്തിയും വാഴാത്ത മണ്ണിൽ മഹാന്മാരായ സയ്യിദുമാരുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ സൽഫലങ്ങളായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത്. അതിനാവശ്യമാകുന്ന ഒരു രൂപപ്പെടൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിത്തീർന്നു എന്നതാണ് ഈ പ്രധാനപ്പെട്ട നേട്ടത്തിന്റെ കാരണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഒരു പുതിയ സംഘടനയുടെ രൂപീകരണമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ മഹാന്മാരായ സ്വഹാബത്തും താബിഉകളും താബിഉകളുമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കണ്ടുവന്ന ഇസ്ലാമിക ശീലങ്ങളുടെ തനതു രീതിയുടെ സ്ഥാപനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉദ്ദേശിച്ചത്. അക്കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ എവിടെയും ഇസ്ലാം കടന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രവേശനം. സമാധാനപൂർവം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാരുടെ സമാധാനപരമായി അവർ സ്വാഗതം ചെയ്യുന്ന ഒരു ഇസ്ലാമികമായ ഒരു ചരിത്രമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം. ഇവിടെ കടന്നു വന്നവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാർ നൽകി. ഈ മണ്ണിൽ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ആവശ്യമാകുന്ന സൗകര്യവും ഇസ്ലാമിക രീതിയ ആ അർത്ഥത്തിൽ ആവശ്യമാകുന്ന സാമ്പത്തികവും അതോടൊപ്പം തന്നെ മറ്റു സഹായങ്ങളും നൽകിയിട്ടാണ് മുസ്ലിങ്ങളെ ഈ നാട്ടിൽ ജീവിപ്പിച്ചത്.